നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാം കേൾക്കാറുള്ളതും അറിയാതെ പറഞ്ഞു പോകുന്നതുമായ ഒരു സംഭവമുണ്ട്. അവനും ആ പെണ്ണും കൂടി 3-4 വർഷം പ്രേമിച്ച് നടന്നിട്ടാണ് കല്യാണം കഴിച്ചത്. ഇപ്പോഴതാ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞു. ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് കേൾക്കുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആ അപ്പനും അമ്മയും ലക്ഷങ്ങൾ മുടക്കിയാണ് ആ പെണ്ണിനെ കെട്ടിച്ചയച്ചത്. ആവശ്യത്തിന് പൊന്നും പണവും കൊടുത്തു. 2000-ൽ പരം ആളുകൾ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. 1 വർഷം തികഞ്ഞില്ല, ഇതാ പെണ്ണ് കെട്ടുപൊട്ടിച്ചിട്ട് വീട്ടിൽ വന്നു നിൽക്കും. അച്ഛനും അമ്മയും ആലോചിച്ച് നടത്ത കല്യാണവും പരാജയപ്പെടുന്നു. ചെറുക്കനും പെണ്ണും പ്രേമിച്ച് കുറെ വർഷങ്ങൾ നടന്നതിന് ശേഷം നടത്തിയ കല്യാണവും പരാജയപ്പെടുന്നു. എവിടെയാണ് പിഴവ് പറ്റുന്നത്? അതേപ്പറ്റി വളരെ ചെറിയ സമയം കൊണ്ട് ഒന്ന് പരിശോധിക്കാം. ക്രിസ്ത്യാനികൾ വിവാഹത്തിന് മുൻപ് കൗൺസിലിംഗ് നടത്താറുണ്ട്. ഒരു പുരോഹിതന്റെയോ 2 പുരോഹിതന്മാരുടെയോ നേതൃത്വത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെയും പെണ്ണിനെയും വിളിച്ചിരുത്തി 3 ദിവസവും 5 ദിവസവും ക്ലാസ് എടുത്ത് എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതെന്നും അവരുടെ കുടുംബത്ത് എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താണ് ഇവരെ പുറത്തേക്ക് അയക്കുന്നത്. ഇങ്ങനെ വരുന്ന ഇവർ ഈ പഠിപ്പിച്ചതെല്ലാം മറന്നിട്ട് 1-2 വർഷം കഴിയുമ്പോൾ അവർ വേർപിരിഞ്ഞു പോകുന്നു. ഹിന്ദുക്കളും അങ്ങനെ തന്നെയാണ്. ജാതകപ്പൊരുത്തം നോക്കുന്നു, ചെറുക്കന്റെയും പെണ്ണിന്റെയും ജാതകം നോക്കുന്നു, ഇത് ചേരുന്നതാണോ എന്ന് പരിശോധിക്കുന്നു, എല്ലാം കൃത്യമാണെന്ന് തോന്നിയാൽ വിവാഹം നടത്തുന്നു. പക്ഷെ അതും പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ: പുരോഹിതൻ നടത്തുന്ന കൗൺസിലിങ്ങും ജാതകപ്പൊരുത്തവും അല്ല അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് വേണ്ടിയത് ചെറുക്കനും പെണ്ണും അല്ലെങ്കിൽ വരനും വധുവും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള മനപ്പൊരുത്തവും വിട്ടുവീഴ്ചയുമാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. ചില സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടുകാരെ സ്നേഹിക്കുന്നവരല്ലായിരിക്കും. ചില പുരുഷന്മാർക്ക് ഭാര്യയുടെ വീട്ടുകാരെ ഇഷ്ടമല്ല. ചില പുരുഷന്മാർ മദ്യപാനികളായിരിക്കും. ചില സ്ത്രീകൾ വഴക്കുണ്ടാക്കുന്നവളായിരിക്കും. ചിലർ യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ എവിടെ വെച്ചും എന്തും പറയുന്നവരും പ്രവർത്തിക്കുന്നവരുമായിരിക്കും. ചില സ്ത്രീകൾ ഭർത്താവ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വെടിപ്പും വൃത്തിയും ഒന്നും ഇല്ലാത്തവളായിരിക്കും. ചില സ്ത്രീകൾ നോക്കുമ്പോഴും അവരുടെ ഭർത്താവിന്റെ ഭാഗത്ത് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ട്. ഇത് പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് വിട്ടുവീഴ്ച എന്ന് ചെയ്യുന്നു, അന്ന് മാത്രമേ അവരുടെ കുടുംബജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഒരു ഭാര്യ വളർന്ന പരിസ്ഥിതി, ദേശം, അവരുടെ സംസ്കാരം അല്ല ഭർത്താവിന്റെ വീട്ടുകാർക്കുള്ളത്. അവരുടെയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇത് ഇവർ സംസാരിച്ച് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് ആ കുടുംബജീവിതം ഇമ്പത്തോടെ മുന്നോട്ട് പോകുന്നത്. എവിടെ ഏത് കൗൺസിലിംഗ് നടത്തിയാലും ഏത് ജാതകപ്പൊരുത്തം നോക്കിയാലും ഭാര്യയും ഭർത്താവും വിട്ടുവീഴ്ച ഇല്ലാതെയാണ് ജീവിക്കുന്നെങ്കിൽ ആ കുടുംബജീവിതം മുന്നോട്ട് പോവുകയില്ല. നാം കോടതിയിൽ ചെന്ന് നോക്കണം. എത്രയോ വിവാഹമോചനങ്ങൾക്ക് വേണ്ടിയാണ് ഭാര്യയും ഭർത്താവും കേസ് കൊടുത്തിരിക്കുന്നത്. ചില സ്ത്രീകൾ പറയുന്നു, എനിക്ക് എന്റെ അപ്പനും അമ്മയും കൊടുത്ത കാശും പണവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട, എനിക്ക് ഇവനെ വേണ്ട, അത് കിട്ടിയില്ലേലും വേണ്ടുകയില്ല. അത്ര സഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. എനിക്ക് ഒരുപാട് പേരെ അറിയാം, വിവാഹമോചനവും കാത്ത് ഇരിക്കുന്നവർ. എനിക്കിനി കല്യാണമേ വേണ്ട. അപ്പോൾ നമ്മൾ ഓർക്കും, ഈ പ്രേമിച്ച് കെട്ടിയാലും ഇവരെന്തുകൊണ്ടാണ് വേർപിരിഞ്ഞു പോകുന്നതെന്ന്. പ്രേമിച്ച് കെട്ടിയാലും ഈ അഡ്ജസ്റ്റ്മെന്റ്
ഞാൻ ഈ പറഞ്ഞ വിട്ടുവീഴ്ച ചെയ്യുവാൻ ഭാര്യയോ ഭർത്താവോ തയ്യാറാകാത്ത പക്ഷം ഒരിക്കലും അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയില്ല. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടുള്ള ദോഷം അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വിഷമമാണ്. ചില സ്ത്രീകൾ പറയാറുണ്ട്, കൊച്ചുങ്ങളെ ഓർത്ത് ഞാൻ ഇയാളുടെ കൂടെ അങ്ങ് നിൽക്കുകയാണ്, ഒരു രീതിയിലും ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റുകയില്ലെന്ന്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒന്ന് പറഞ്ഞ് രണ്ടിന് അവൾ ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തിട്ട് അവൾ സ്ഥലം വിടും. ഭർത്താവും അങ്ങനെ തന്നെയാണ്. ആ ഭാര്യയെ സഹിക്കാൻ പറ്റാതെ ഒന്നും കൂടെ നിൽക്കത്തില്ല, അവൻ സ്ഥലം വിടും. അതും ഒരു രീതിയിൽ അതാണ് നല്ലത്. കാരണം കൂട്ടി യോജിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെയുള്ള ജീവിതം വളരെ അരോചകമാണ്. നിങ്ങൾ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രേമിച്ചു കൊള്ളുക. പക്ഷെ നിങ്ങൾ പ്രേമിക്കുമ്പോൾ നിങ്ങൾ ആ പെൺകുട്ടിയോട് ജീവിതത്തെപ്പറ്റി സംസാരിക്കണം. പ്രേമിക്കുമ്പോൾ തന്നെ അവളുടെ ജീവിതത്തിലെ അഭിരുചികൾ എന്താണെന്ന് മനസ്സിലാക്കണം. അവരുടെ നേച്ചർ, അവളുടെ എങ്ങനെയൊക്കെയാണ് അവളുടെ കാഴ്ചപ്പാടുകൾ എന്നുള്ളത് മനസ്സിലാക്കണം. പെൺകുട്ടികളും താൻ സ്നേഹിക്കുന്ന പുരുഷനെ, അവന്റെ അഭിരുചികൾ, അവൻ എങ്ങനെ കാഴ്ചപ്പാടുള്ളതാണെന്ന് നോക്കിയിട്ട് മാത്രമേ വിവാഹത്തിന് തയ്യാറാകാവൂ. എന്റെ അഭിപ്രായത്തിൽ അറേഞ്ച്ഡ് മാരേജിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഈ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വെറുതെ പ്രേമത്തിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് കല്യാണം കഴിക്കരുത്. നമ്മുടെ ഭാവി ജീവിതത്തിൽ നിങ്ങളുടെ അഭിരുചി എന്ത്, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ത്, കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ചോദിക്കണം, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ത്, നിങ്ങളുടെ അഭിരുചി എന്ത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത്. ഇതനുസരിച്ച് തങ്ങളുടെ സാമ്പത്തികം കൂടി കണക്കുകൂട്ടി അതനുസരിച്ച് ജീവിച്ചു പോയാൽ സ്വസ്ഥമായി ജീവിച്ചു പോകാം. അല്ല എങ്കിൽ എന്താണ് ഉണ്ടാകുന്നത് വെച്ചാൽ വിവാഹമോചനം. അതിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കുഞ്ഞുങ്ങളുടെ ഭാവി തുലാസിൽ തൂങ്ങിക്കിടക്കും. അതുണ്ടാകാതിരിക്കുവാൻ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും അറിയുക. പുറമേയുള്ള സൗന്ദര്യവും മേനിയും ഒന്നും കണ്ട് ഒരാളെ വിവാഹം കഴിക്കരുത്. പരസ്പരം സംസാരിച്ചിട്ട് മാത്രമേ കഴിക്കാവൂ. അത് വെറും എന്നെ ഇഷ്ടമായോ എന്ന് മാത്രം ചോദിച്ചാൽ പോരാ. അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രേമവിവാഹമാണ് ഏറ്റവും നല്ലത്. കാരണം പ്രേമവിവാഹത്തിന്റെ ഗുണം നാളുകളായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു പങ്കാളിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യോജിപ്പില്ല എങ്കിൽ, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നും അത് ഇന്ന രീതിയിലാണ് വേണ്ടതെന്നും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നമസ്കാരം.